ബഡ്ജറ്റായി പുറത്ത് വന്നിരുന്നത് പല കണക്കുകളാണ്. നമ്മൾക്കൊക്കെ ലഭിച്ച കണക്ക് 35 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. മറ്റു പലർക്കും ഇത് ലഭ്യമായത് 70 കോടി എന്നുള്ളതാണ്. ചിലർ കമൻസിലൂടെ വന്ന് പറയാറുണ്ട് IMDbയിൽ 70 കോടിയാണ് കിടക്കുന്നത്, നമ്മളിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ടർബോ മമ്മൂട്ടിയുടെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വന്ന സിനിമയാണ് എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം വരികയാണ്, ടർബോയുടെ യഥാർത്ഥ ബഡ്ജറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് വൈശാഖ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞേക്കുന്നതാണ്. അതിലൊരു ചെറിയ കട്ടിങ് നമ്മളതിനകത്തിൽ ഇടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ചുരുങ്ങി അദ്ദേഹം പറയുന്ന വാക്കുകൾ. അദ്ദേഹം ആ പറയുന്ന വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായും ആ ഇൻ്റർവ്യൂ കൊടുത്ത ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും ടർബോയുടെ ബഡ്ജറ്റ് അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് 104 ദിവസങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. 80 ദിവസത്തിൽ തീർക്കണം എന്നുള്ളതായിരുന്നു ആദ്യം. ഈ ഒരു സിനിമ അവർ തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു, അതായത് വൈശാഖ് ആൻഡ് ടീം തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നീടാണ് മമ്മൂട്ടി കമ്പനി അതിലേക്ക് വരുന്നത്. സിനിമയുടെ ബഡ്ജറ്റായി അവർ പ്രതീക്ഷിച്ചിരുന്നത് 20 കോടിയാണെങ്കിൽ അതിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് സിനിമ മമ്മൂട്ടിയുടെ സാലറി ഇല്ലാതെ മാത്രം 23.5 കോടിയായി എന്നുള്ളതാണ്. അതാണ് ടർബോയുടെ യഥാർത്ഥ ബഡ്ജറ്റായിട്ട് പറയുന്നത്. പിന്നീട് മമ്മൂട്ടിയുടെ റെന്യൂമറേഷനും അതുപോലെ തന്നെ ബിസിനസ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള പുറത്തേക്ക് സിനിമ കൊടുക്കുമ്പോൾ ഉള്ള അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം തീരുമാനിക്കാം, എത്രത്തോളം ഈ സിനിമയുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരസ്യത്തിനും എല്ലാം ചേർന്നിട്ടുണ്ടെങ്കിൽ സിനിമ 35 കോടിക്ക് താഴെയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഏകദേശം 80 ദിവസം കഴിഞ്ഞപ്പോൾ സിനിമ മഴയും ബാക്കി കാര്യങ്ങളുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫൈറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് നീണ്ടുപോയി എന്ന് വൈശാഖ് തന്നെ പറയുകയും, അങ്ങനെ അത്രയും ദിവസത്തെ ചിലവുകൾ വന്നത് 3.5 കോടിയോളമാണ് എന്നുള്ളതാണ്. ഏകദേശം 14 ദിവസത്തിനടുത്തുള്ള കണക്കുകളാണ് അത്രത്തോളം വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ക്രിമികൾ ഒരുപാടാണ് എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല, വെറുതെ ഒരു സിനിമയെ അങ്ങ് നശിപ്പിക്കാം. നല്ല സിനിമയാണെങ്കിലും മോശം സിനിമയാണെങ്കിലും ഒന്നും പറയണ്ട, ആ രീതിയിൽ അങ്ങ് നശിപ്പിക്കുക. അതിലൊരു മനസ്സുഖം അത് തന്നെയാണ് പലവന്മാർക്കും കാണുന്നത്. എന്നിട്ട് ചില എടുത്തു പറയേണ്ട ചാനലുകാർ കൂടിയുണ്ട്. അതായത് 70 കോടി എന്നും പറഞ്ഞങ്ങ് കടിച്ചു തൂങ്ങാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയുമില്ല, അട്ട കടിച്ച പോലെ തന്നെയായിരുന്നു അവർ. ഇപ്പോൾ വൈശാഖ് പുറത്തു വിടുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്, അവർക്ക് കിട്ടുന്ന ഈ ഒരു വാർത്തകൾ, അല്ലെങ്കിൽ അവർ പടച്ചുണ്ടാക്കുന്ന ആ വാർത്തകളെല്ലാം വെറും തട്ടിപ്പും കള്ളവുമായിരുന്നു. ഒരു സിനിമയെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ടർബോയുടെ ബഡ്ജറ്റ് 23.5 കോടിയാണെന്ന് വൈശാഖ് പറയുമ്പോൾ അതിന് മുകളിലുള്ള ഒരു പ്രൂഫൊന്നും നമുക്ക് വേണ്ട. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി ആകുമ്പോൾ നമുക്ക് ഗ്യാരണ്ടീഡ് ആണ് എന്നുള്ളതാണ്, സിനിമ നല്ലതായിരിക്കും. ഇവിടെ ടർബോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വന്നത്. ഏകദേശം 40 ദിവസത്തിന് മുകളിലാണ് സിനിമ തിയേറ്ററുകളിൽ ഓടിയെങ്കിൽ സിനിമയുടെ അവസാനമായി വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ 70 കോടിയാണ് 11 ദിവസം കൊണ്ട് എന്നുള്ളതാണ്. ഇനിയും 100 ദിവസം, അല്ലെങ്കിൽ ക്ഷമിക്കുക, 40 ദിവസം കഴിഞ്ഞപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് കാശ് എത്ര വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര കളക്ട് ചെയ്തു എന്നുള്ളത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏറെക്കുറെ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കുമ്പോൾ 90-100 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് മാത്രമാണ് നമ്മളും പറയുന്നത്. ഇതുവരെ മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ടിട്ടില്ല എന്ന് മമ്മൂട്ടി കമ്പനി പറയുന്നു. അന്നേരമാണ് നമ്മളത് 100 കോടിയോ അല്ലെങ്കിൽ 50 കോടിയോ എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. 70 കോടി വരെ എത്തി എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാക്കാം, മമ്മൂട്ടിയുടെ തന്നെ ബഡ്ജറ്റുകളിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന സിനിമകളുടെ പട്ടികയിലേക്ക് തന്നെയാണ് ടർബോ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്നത് ഏകദേശം 25 കോടിയോളമായിട്ട് വന്നിരുന്ന മമ്മൂട്ടിയുടെ ഭ്രമയുഗമായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ വന്ന ഈ ഒരു സിനിമ വലിയ ബഡ്ജറ്റിലാണ് എന്നുള്ളത് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. ഇന്ന് ഇതുവരെ ലഭ്യമായ രേഖകളിൽ പോലും 70 കോടി എന്നുള്ള ആ മമ്മൂട്ടി 11 ദിവസം കൊണ്ട് പുറത്തുവിട്ട കളക്ഷൻ ആണെങ്കിൽ പോലും പടം സൂപ്പർ മെഗാ ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 72ഓളം രാജ്യങ്ങളിലാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും സിനിമ 100 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം. എന്താണെങ്കിലും 90 കോടിക്കും 100 കോടിക്കും 110 കോടിക്കും ഇടയിൽ ഈ സിനിമ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിച്ച് പോകുന്നത്. എത്രത്തോളം പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം. പലർക്കും വിശ്വസനീയമായിരിക്കില്ല, കാരണം ഇതിൻ്റെ കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അത് തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം, വേറെ ഒന്നും കൊണ്ടല്ല. മമ്മൂട്ടി കമ്പനി പറഞ്ഞ 70 കോടി വരെയാണ് നമ്മൾ ഇതിനെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ പലരും തള്ളിക്കൊണ്ടിരുന്ന 70 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ എന്നുള്ള, ഇൻക്ലൂഡിങ് IMDb മിനി എവിടെയൊക്കെ അവർക്കിടാമോ അവിടെയൊക്കെ അവർ എത്തിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യം നമുക്ക് പറയാം. പല മാധ്യമങ്ങളിലും, അതായത് സോഷ്യൽ മീഡിയയിലുള്ള പല സൈറ്റുകളിലും ഒക്കെ നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്ന, കാശ് കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ലോഗിനൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. അത് അതിൻ്റെ അഡ്മിൻ എടുത്ത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് തെറ്റാണെങ്കിൽ മാറ്റാറുണ്ട് എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ വിക്കിപീഡിയ പോലെയുള്ള സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും
ഇവിടെ ടർബോയുടെ യഥാർത്ഥ ബഡ്ജറ്റ് പുറത്തു വരുമ്പോൾ നാണം കെടുന്നത് ഡീഗ്രേഡേഴ്സ് തന്നെയാണ്. ഒരു പടം ഇറങ്ങുന്നതിന് മുമ്പ് അതിനെ ഡീഗ്രേഡ് ചെയ്യുകയും നല്ലതാണോ മോശമാണോ എന്ന് നോക്കാതെ കണ്ണടച്ച് ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവണത അത് നിർത്തുക. അത് മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും അവരുടെ സിനിമകളെ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇവരുടെ സിനിമകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ചാനലുകാർ ഇന്നും എന്തെങ്കിലും വീഡിയോ ഇട്ട് 4 കാശ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം വീഡിയോ കുറവ് അല്ലെങ്കിൽ ആളുകൾ കാണുന്ന കുറവ് വേറൊന്നുമല്ല, മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഇല്ല സിനിമയില്ല, സമീപകാലത്ത് 10-20 ദിവസമായിട്ട് മമ്മൂട്ടിയുടെ സിനിമയുടെ അപ്ഡേറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, വെറുതെ തള്ളി നശിപ്പിച്ച് ഒരു സിനിമയെ നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ എന്തിനാണ് അതിന് പുറകെ പോകുന്നത്? ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്താണ് ടർബോ 23.5 കോടി മമ്മൂട്ടിയുടെ സാലറിയും അതേപോലെ തന്നെ മാർക്കറ്റിങ്ങും ഇല്ലാതെയുള്ള കണക്കുകളാണ്. അപ്പോൾ ഏറെക്കുറെ 30 കോടി 35 കോടിക്ക് ഇടയിലായിരിക്കാം എന്ന് തന്നെ വിശ്വസിക്കാം. അതിന് മുകളിലേക്കുള്ള ചിലവുകളൊന്നും ഒരു സിനിമയ്ക്കും വരില്ല എന്നുള്ളതാണ്. ഇനിയും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് നേടിയിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 കോടി 25 കോടിയുടെയൊക്കെ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാശ് പിടിക്കാൻ ആ മാർക്കറ്റ് ചെയ്ത് തരുന്നവർ കറക്റ്റ് അറിയാവുന്നതായിരിക്കും. അപ്പം ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ചിട്ട് 30 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 35 കോടിക്ക് താഴെയാണ് ടർബോയുടെ കളക്ഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു വമ്പൻ വിജയമായ വൈശാഖിൻ്റെ വീണ്ടും ഒരു സിനിമയായി മാറിയിരിക്കുന്നു ടർബോ. അതായത് വെറും വിജയം എന്നല്ല, ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിലേക്ക് തന്നെയാണ് ടർബോ എത്തി നിൽക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം കമൻസിലൂടെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഗ്രേറ്റ് മീഡിയാസ്.